ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താറാവ് കറി ഉണ്ടാക്കാനാണ്. ഒരു താറാവ് കറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു താറാവ് കറിയാണ്. അപ്പോൾ ഞാൻ ഇരിക്കും മുമ്പിട്ട വീഡിയോയ്ക്കൊക്കെ നല്ല ഇതുണ്ടായിരുന്നു, നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ചിക്കൻ ചൗമീൻ പല ആൾക്കാരും ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു, ആൾക്കാർ പേഴ്സണലായിട്ട് അയച്ചു തന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ചില്ലി ചിക്കനും പല ആൾക്കാരും ഉണ്ടാക്കി, അതും ആൾക്കാർ എന്നെ കമൻ്റ് അറിയിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ താറാവ് കറി സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു താറാവ് കറിയാണ്, അല്ലാണ്ട് അധികം ആർഭാടത്തിലൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ നല്ല എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് കറിയാണ്. ഇപ്പോൾ ഇതുണ്ട് ഈ താറാവ് നന്നായിട്ട് ഒരു ഫുൾ താറാവ് ഞാൻ മേടിച്ചത് ഫ്രോസനാണ് ശരിക്കും. ഈ ഫ്രോസൺ താറാവ് മേടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് നുറുക്കിയെടുത്ത്, നുറുക്കിയെന്ന് വെച്ചാൽ നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞു, അതിനകത്ത് വേസ്റ്റേജ് ഒന്നും എടുക്കാറില്ല. മാക്സിമം തൊലി കളഞ്ഞിട്ട് എടുക്കുന്നത്, തൊലി കളഞ്ഞെടുത്ത് അരിഞ്ഞ് നുറുക്കി വെച്ച സാധനമാണ്. ഒരു 200-600 താറാവാണ്. അതിനകത്തേക്ക് നമ്മൾ ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു 3 സവാള അരിഞ്ഞത് ഇട്ടു. 3 സവാള അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഒരു 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 കുടമെന്ന് പറയാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും വെളുത്തുള്ളി വേണ്ട കേട്ടോ. ഇവിടുത്തെ വെളുത്തുള്ളിക്ക് അത്ര വലിയ ഇതില്ലാത്ത കാരണമാണ് ഇത്രയും വെളുത്തുള്ളി ഇടുന്നത്. വെളുത്തുള്ളി ഇട്ടു, ഒരു 5-6 ചുള വെളുത്തുള്ളി, നല്ല വലിയ വെളുത്തുള്ളി. ഇവിടുത്തെ വെളുത്തുള്ളി നല്ല വലുപ്പമായിരിക്കും, രുചി കുറവായിരിക്കും. അതുപോലെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. വലിയ കഷ്ണം ഇഞ്ചി എന്ന് പറയുന്നത് നാട്ടിൽ നാടൻ ഇഞ്ചി ആണെങ്കിൽ ചിലക്ക് ഇത്രയും ഇഞ്ചി വേണ്ട ശരിക്കും. അതും നമ്മൾ ചതച്ച് അതിനകത്തോട്ടിട്ട്, വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് തന്നെ ഇട്ടത്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് നമുക്ക്, അത് ഇട്ടു. അതിനുശേഷം നമ്മളവിടെ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പച്ചമുളക്, ഒരു സാധാ വലിയ പച്ചമുളക് ഒരു 5 പച്ചമുളകൊക്കെ മതി. ബേഡ് ചില്ലിയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. പിന്നെ കറിവേപ്പിലയ്ക്ക് ഒത്തിരി ക്ഷാമമുള്ള സ്ഥലമാണ്. ഫ്രഷ് കറിവേപ്പില ഇന്നലെ കിട്ടിയത്, എല്ലാ ദിവസവും ചിലപ്പോൾ ഫ്രഷ് കിട്ടണമെന്നില്ല, ഫ്രോസനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നമ്മുടെ ചില്ലി പൗഡർ 2 സ്പൂൺ, 2 സ്പൂൺ എന്ന് വെച്ചാൽ നമ്മുടെ ടേബിൾ സ്പൂണല്ല, സാധാ സ്പൂൺ. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, ടേബിൾ സ്പൂണാണ് ഇട്ടത്. അപ്പോൾ അതൊരു 1.5 സ്പൂൺ ഇപ്പോൾ നമ്മൾ ഇട്ടു. 1.5 സ്പൂൺ നമ്മളവിടെ വെച്ചു. ഓവറായിട്ട് മല്ലിപ്പൊടി ഇട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അടുക്കി പിടിക്കാനുള്ള ടെൻഡൻസി കൂടും. പിന്നെ നമ്മുടെ മസാലകൾ, പൊടിക്കാത്ത മസാലകൾ, സ്റ്റാർ, ഏലക്കായ്, പട്ട, കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, അത്രയും സാധനമാണ്. അത് നമ്മളൊന്ന് പതുക്കെ ഒന്ന് ചതച്ചിട്ട് ആ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടാനും ഏലക്കായ ഒന്ന് പൊട്ടിക്കിട്ടാനൊക്കെ ആയിട്ടൊന്ന് പതുക്കെ ചതയ്ക്കുക, ഓവറായിട്ട് ചതക്കരുത്. അത് ചതച്ചിട്ട് അതും അതിനകത്തിട്ടു. അതിന് ശേഷം നമ്മുടെ ഡെക്ക് കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം വാർന്ന് പോയതിന് ശേഷം, ശരിക്കും വെള്ളം വാർന്ന് പോയതിന് ശേഷം നമ്മൾ ഡെക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഡെക്ക് മിക്സ് ചെയ്യാനൊക്കെ മുമ്പ് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടാം. ഒരു ഉപ്പെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് ആ ഡെക്കിൻ്റെ അളവ് നോക്കിയിട്ട്, ഇപ്പോൾ ഇതൊരു 1.5 കിലോ ഡെക്കൊക്കെ ഉണ്ടാവും ഏകദേശം. പിന്നെ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ. നാട്ടിലൊക്കെ എനിക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, ഞങ്ങളിവിടെ കൂടുതലും സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാറ്. കോക്കനട്ട് ഓയിലൂടെ കട്ടായി പോകുന്ന ഒരു പരിപാടിയുണ്ട്. നാട്ടിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ കോക്കനട്ട് പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വലിയൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെച്ചേക്കുക. അരമണിക്കൂറോളം മാറ്റി ഒന്നതിന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനും ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒട്ടും വെള്ളം ഒഴിക്കേണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഓൾറെഡി താറാവ് കഴുകി വാരി വെച്ചതിനകത്ത് എന്തായാലും വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മളത് തീ ഓൺ ചെയ്ത ശേഷം തീ ഓൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി, അടുക്കി പിടിക്കാണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ടും മുളക് പൊടി ഇടുന്നത് കൊണ്ടും അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതല. അപ്പോൾ നമ്മൾ തീ ഓൺ ചെയ്ത് കത്തിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതിനെ ഇളക്കി അതിൻ്റെ വെള്ളം പതുക്കെ പുറത്ത് വരണം നമ്മൾ ചൂടാക്കിയിട്ട്. ഇനി അഥവാ വെള്ളം വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് പാൽ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടാകും, അതൊഴിക്കുക. ഇവിടുത്തെ നമ്മൾ ടിന്നിൽ തന്നെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുക്കറിൽ വെച്ച് അടച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് പച്ചവെള്ളം, ഒരു 3-4 സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ പിന്നെ ചൂടായിരിക്കുന്ന ഇറച്ചിയാണെങ്കിൽ ഇതേപോലെ ഇളക്കി അതിൻ്റെ വെള്ളം പുറത്ത് വന്നതിന് ശേഷം, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ഈ വെള്ളം നമ്മളതിനെ ഇളക്കി പുറത്ത് വരണമെന്ന് പറയുന്ന കാരണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും, വെള്ളം ഒട്ട് പുറത്ത് വരാമില്ല. അതിന് ശേഷം കുക്കർ അടപ്പ് വെച്ച് മൂടി ഒരൊറ്റ
ഒറ്റ വിസിൽ നാടൻ താറാവണമെങ്കിൽ മാത്രം കേട്ടോ. മറ്റേ ബ്രോയിലർ ഇവിടെ ഈ ഫ്രോസൺ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഇത്തിരി മൂപ്പുള്ള താറാവാണ്. അല്ലാണ്ട് ഇവിടെ ഫ്രഷ് കിട്ടുന്ന സാധനമാണെങ്കിൽ ശരിക്കും കുക്കറിൽ വേവിക്കണമെന്നില്ല, സാധാരണ വേവിച്ചാലും മതി. അതുപോലെ നാട്ടിലെ നാടൻ താറാവ് മാത്രം കുക്കറിൽ വേവിച്ചാൽ മതി. ഫ്രോസൺ മറ്റേ ബ്രോയിലർ താറാവ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്, അത് കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല. ഇത് കുക്കറിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ആ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കാമെന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ മാറ്റി വെക്കണ്ട. 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഒരു എയർ കുറച്ച് കുറയും. അതിനകത്ത് എയർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ വിസിലൊന്ന് തുറന്ന് പതുക്കെ എയർ പുറത്ത് കളയുക. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് അതിന് എയർ കളയുക. എയർ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കി ഒന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം പറ്റാനില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് അതിനെ വെള്ളം പറ്റിക്കുക, ഒന്ന് വേവിച്ച് വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മുടെ മല്ലിപ്പൊടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, ആ മല്ലിപ്പൊടി ഇടാന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇട്ടാലാണ് നമുക്കൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. അതിനാണ് ആ മല്ലിപ്പൊടി കുറച്ചുകൂടി ഉള്ള മല്ലിപ്പൊടി ഇടുക. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അധികം എരിവിട്ടല്ല. നമ്മളൊരു ശരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയാകുമ്പോൾ ഓവറായിട്ട് എരിവിടാറില്ല. പ്രത്യേകിച്ച് അയർലൻഡിലുള്ള പിള്ളേരൊന്നും ഓവർ എരിവ് കഴിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ ഈ മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരു കൊഴുപ്പും കിട്ടും. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ നല്ല കട്ട പാലെന്ന് വെച്ചാൽ ടിന്നകത്ത് അടിയിൽ വെള്ളം ഉണ്ടാവും. വെള്ളം കളഞ്ഞിട്ട് ഈ ഇറച്ചിക്കകത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരിക്കലും മറ്റേ ടിന്നിനകത്തുള്ള വെള്ളം ഒഴിക്കേണ്ട. കട്ട പാല് മാത്രം എടുത്ത് ഒഴിച്ചാൽ മുകളിൽ നിന്നുള്ള തിക്കായ പാല് മാത്രം എടുത്ത് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിക്കണമെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ അതിനകത്ത് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കുത്തി കിടക്കും. അല്ലെങ്കിൽ ശരിക്കും നല്ലതായിട്ട് തിളപ്പിച്ചില്ലെങ്കിൽ ആ കട്ട അങ്ങനെ കിടക്കും അതിനകത്ത്. എന്നിട്ട് ശരിക്കും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയാണ് തിളപ്പിച്ച് കഴിയുമ്പോൾ സാധനത്തിൻ്റെ കട്ടയൊക്കെ വിട്ട് പോക്കുള്ളൂ സാധാരണ നോർമലി. അങ്ങനെ ശരിക്കും ഒന്ന് കുറച്ച് നേരം കൂടി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കറി റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തക്കാളി 3-4 കഷ്ണം തക്കാളി ഇടാം. തക്കാളി എന്ന് വെച്ചാൽ ഒരു കാണാനൊരു ഭംഗിക്കും പിന്നെ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ. ചില ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് 1/2 സ്പൂൺ വിനെഗറൊക്കെ ഒഴിക്കും, അല്ലെങ്കിൽ തക്കാളി ഇടാം. ഞാൻ പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് ഉരുളക്കിഴങ്ങിടും. ഞാൻ ഇതിനകത്ത് ഉരുളക്കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല. ഞാനിവിടെ പ്രോഗ്രാമിന് കൊടുക്കുമ്പോഴായാലും ഉരുളക്കിഴങ്ങ് ഇടാറില്ല. നമ്മൾ കാറ്ററിങ്ങിന് കൊടുക്കുമ്പോഴായാലും ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാറില്ല. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കൊടുക്കാറ്. ഈ തൊലിയൊക്കെ സ്കിന്നൊക്കെ കളഞ്ഞ് തന്നെയാണ് പ്രോഗ്രാമിനും കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പത്തിൻ്റെ കൂടെ മറ്റുള്ള സാധനങ്ങളുടെ കൂടെ കഴിക്കാൻ അപ്പം, നല്ല ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടല്ലോ, നല്ല മധുരമുള്ള ബ്രെഡ്, ബട്ടർ ബണ്ണൊക്കെ ഇട്ടുകൂടാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ ബണ്ണ്, അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുക. അപ്പോൾ അതിൻ്റെ ഒരു കമൻ്റ് അടിയിൽ എഴുതുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ സിമ്പിൾ താറാവ് കറിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, എന്ത് രീതിയിലും കഴിക്കാം. പിന്നെ ഈ ഇരിക്കുന്ന കറി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ചൂടാറി കഴിയുമ്പോൾ ശരിക്കും സെറ്റാവും. ഇതിപ്പോൾ ചൂടോടുകൂടി ഒഴിച്ച കാരണം ആ ഒരു ചാറത്തിൽ നീളം കൂടുതൽ പോലെ ശരിക്കും ചൂടാറി കഴിയുമ്പോൾ നല്ല കട്ട പോലെ ആവും ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം, കേട്ടില്ലേ? അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർത്ത് കാണുക. എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കുക. പിന്നെ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻ്റ് അടിക്കുക. ഓക്കെ, താങ്ക് യു.